ഹായ് ഫ്രണ്ട്സ്, ആകാശത്ത് പറക്കുന്ന പക്ഷിയെ ഏണി വെച്ച് പിടിക്കാൻ ശ്രമിക്കല്ലേ, പണിപാളും. ഇങ്ങനെയൊരു ഡയലോഗ് നാം സിനിമയിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്റ്റോക്കുകളുടെ കാര്യത്തിലും ഈ ഒരു ഡയലോഗ് കുറേ ശരിയാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അഥവാ ഫോമോ എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു മാനസികാവസ്ഥ പിടികൂടി കഴിഞ്ഞാൽ നാം കണ്ണും പൂട്ടി ഇങ്ങനെയുള്ള പറക്കുന്ന സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കും. ഇനി നമുക്ക് എൻട്രി എടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, അല്ലെങ്കിൽ ആ റാലിയിൽ എന്തൊക്കെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തയിലാണ് നാം എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിനെ മുൻനിർത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏവിയേഷൻ മേഖലയിലുള്ള ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന സ്റ്റോക്കാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇൻഡിഗോ എയർലൈൻസ് എന്ന പേരിലായിരിക്കും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വളരെയധികം സുപരിചിതമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 6% ഒരു കുതിപ്പ് ഈ സ്റ്റോക്കിലുണ്ടായി. 1,34,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു ലാർജ് ക്യാപ്പ് സ്റ്റോക്കിലാണ് ഈ ഒരു കുതിപ്പുണ്ടായിട്ടുള്ളത് എന്നത് ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരു സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മൈക്രോ ക്യാപ്പ് സ്റ്റോക്ക് ആണെങ്കിൽ 6% ഒരു ദിവസത്തെ റാലി ഒരു വാർത്തയല്ല. എന്നാൽ ഇതൊരു ലാർജ് ക്യാപ്പ് സ്റ്റോക്കാണ്. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ സ്റ്റോക്ക് അതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് റാലി ആരംഭിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 45% റിട്ടേൺ അത് കഴിഞ്ഞ 6 മാസം നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് പെർഫോമൻസ്, പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക് കാലം ഉൾപ്പെടുന്ന കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഒരു പ്രകടനം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ അതത്ര ഒരു നല്ലൊരു പ്രകടനമല്ല, വളരെ പരിതാപകരമായ ഒരു പ്രകടനമായിരുന്നു. 2019 മുതൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ വമ്പിച്ച ഇടിവ് നമുക്ക് കാണാൻ കഴിയും. 2021 5,000 കോടിയുടെയും 2022 6,000 കോടിയുടെയും ഒരു നഷ്ടം കമ്പനി അതിൻ്റെ പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഈ കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽസ് പരിശോധിച്ചാൽ ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ ഒന്ന് നോക്കുക, അത് ഒരു മൈനസ് ഫിഗർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കമ്പനിക്ക് കാര്യമായ അസറ്റുകളൊന്നും ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇത്രയധികം ഫ്ലൈറ്റുകളും 300-ലധികം ഫ്ലൈറ്റുകളൊക്കെ ഓടിക്കുന്ന ഈ കമ്പനിക്ക് എന്തുകൊണ്ടാണ് മൈനസ് ബുക്ക് വാല്യൂ എന്നുള്ളതും വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ കമ്പനിയുടെ ബോറോയിങ്സ് ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാം. മൊത്തത്തിലുള്ള കമ്പനിയുടെ ബോറോയിങ്സ്, കടം 49,000 കോടിയാണെന്ന് കാണാം. ആ കടം നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോങ് ടേം ബോറോയിങ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അത് കുറഞ്ഞ് വന്ന് 0 ആയതായിട്ട് കാണാൻ കഴിയും. തീർച്ചയായും ഇതൊരു നല്ല ലക്ഷണമാണ്. കാരണം അവിടെ ലോങ് ടേം കടം അവർ കുറച്ചുകൊണ്ട് വന്നു. പക്ഷേ അത് ഒരു 2,000 കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതവർ കുറച്ചിട്ട് 0 ആക്കിയിട്ടുണ്ട്. എന്നാൽ ഷോർട്ട് ടേം ബോറോയിങ്സ് കൂടിയതായി കാണാം, അത് 2,000 കോടിക്ക് മേലെയുണ്ട്. ഇത് കൂടാതെ കമ്പനിയുടെ ലീസ് ലയബിലിറ്റി എന്ന പേരിൽ 47,000 കോടി നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഇവിടെയാണ് കമ്പനിയുടെ ബുക്ക് വാല്യൂ നെഗറ്റീവ് ആയതിൻ്റെ ഒരു കാരണം നമുക്ക് മനസ്സിലാവുക. അതായത് ഇവരുടെ ഫ്ലൈറ്റുകൾ പലതും ഇവർ ലീസിനെടുത്തുകൊണ്ടായിരിക്കും റൺ ചെയ്യുന്നുണ്ടാകുക. അതായത് മറ്റ് കമ്പനികളിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടായിരിക്കും ഇത് റൺ ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായും തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ലീസ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫിഗർ നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ലീസ് ലയബിലിറ്റിയും ചേർത്തുള്ള ബോറോയിങ്സ് ആണ് ഇവിടെ ടോട്ടൽ ബോറോയിങ്സ് എന്നുള്ള നിലയിൽ 49,000 കോടിയുടെ ഒരു ബോറോയിങ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി കമ്പനിയുടെ ക്യാഷ് റിസർവ് നോക്കുകയാണെങ്കിൽ അത് മൈനസ് ഫിഗറാണ്. 3,078 കോടിയുടെ ഒരു മൈനസ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് കാണുക. അപ്പോൾ യാതൊരുവിധ ക്യാഷ് റിസർവും കമ്പനിയുടെ കയ്യിലില്ല. അപ്പോൾ വലിയ കടമുണ്ട് താനും. മൊത്തത്തിൽ ഇൻഡിഗോയുടെ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ അത്ര ആകർഷകമല്ല. അതുകൊണ്ടാവാം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് ഒരു ലോ PE ഒരു 18 എന്നുള്ള ഒരു റേഞ്ചിലുള്ള ഒരു PE റേഷ്യോയിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് പബ്ലിക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഒരു 3% ഒരു പബ്ലിക് ഹോൾഡിംഗ് മാത്രമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റേക്ക് ഈ സ്റ്റോക്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ഫണ്ടമെൻ്റലി വീക്കായ ഒരു കമ്പനിയെ ഈ DIS ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ബിഗ് ഇൻവെസ്റ്റേഴ്സ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഇതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിന് പിന്നിലുള്ള കാരണം നമ്മൾ പരിശോധിച്ചാൽ അവിടെയാണ് ക്വാർട്ടർലി റിസൾട്ടുകളുടെ ആ സീരീസ് നമ്മൾ പരിശോധിച്ചാൽ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയാം. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 ക്വാർട്ടർ നമ്മൾ കണ്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ അതിലെവിടെയും ഈ കമ്പനി നഷ്ടം രേഖപ്പെടുത്തിയിട്ടില്ല. സെയിൽസും പ്രോഫിറ്റും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇയർ ഓൺ ഇയർ ക്വാർട്ടർലി സെയിൽസ് 30% വർധനമാണ് ഉണ്ടായിട്ടുള്ളത്.
അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് 100% ഒരു വമ്പിച്ച വളർച്ചയും, അതായത് പ്രോഫിറ്റ് നേരെ ഡബിളായത് കാണാം ഒരു വർഷം കൊണ്ട്. അപ്പോൾ ഇതൊരു വമ്പൻ തിരിച്ചു വരവാണ്. കൂടാതെ സ്റ്റോക്കിൻ്റെ പി റേഷ്യോ ഇപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടാണ് നിൽക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രി പി യേക്കാളും അതേപോലെ 5 വർഷത്തെ മീഡിയം പി യേക്കാളും താഴെയാണ് നമുക്ക് ഈ സ്റ്റോക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതൊക്കെ കൊണ്ടായിരിക്കാം DIS FIIസും വളരുന്ന ബിസിനസ് വളർച്ചയുള്ള ഒരു കമ്പനി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം, പ്രത്യേകിച്ച് ലോ പിയിൽ അവൈലബിളായി എന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ ഒരു വലിയൊരു ലാർജ് ക്യാപ് കമ്പനി എന്നുള്ള നിലയിലും വളരെ പ്രതീക്ഷയോടുകൂടി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കൂടാതെ ഈ കമ്പനി ചില കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്ലാനുകൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എയർ പാസഞ്ചർ ട്രാഫിക് മൊത്തത്തിൽ വർദ്ധിച്ചതായിട്ടും വൻതോതിലുള്ള ഡിമാൻഡ് ഈ മേഖലയിൽ വർദ്ധിച്ചതായിട്ടുമാണ് കമ്പനി പറയുന്നത്. അപ്പോൾ അടുത്ത വർഷം ഓരോ ആഴ്ചയിലും ഓരോ എയർക്രാഫ്റ്റ് ഇവരുടെ മൊത്തം ഫ്ലീറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു വലിയ പ്ലാനാണ് ഇൻഡിഗോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓൾറെഡി ഇവർക്ക് 366 എയർക്രാഫ്റ്റുകളാണുള്ളത്. ഏകദേശം 60% മാർക്കറ്റ് ഷെയറോടെ ഇന്ത്യൻ ഏവിയേഷൻ സെഗ്മെൻറ്റിലെ ഒരു മാർക്കറ്റ് ലീഡിംഗ് മൊണോപ്പൊളി പൊസിഷനിലാണ് ഇപ്പോൾ ശരിക്കും ഇൻഡിഗോ എയർലൈൻസ് ഉള്ളത്. ഇവർക്ക് ഒരു മത്സരിക്കാൻ ആരും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. കൂടാതെ പുതിയ 10 ഡെസ്റ്റിനേഷനിലേക്ക് ഇവർ തങ്ങളുടെ ഫ്ലൈറ്റുകൾ പറത്താനുള്ളൊരു വലിയൊരു പ്ലാനാണ് ഇവർ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2030 ഇന്ത്യയിലുള്ള മൊത്തം എയർ ട്രാവലേഴ്സ് അതിൻ്റെ സംഖ്യ ഡബിളാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇൻഡിഗോയിൽ കാണുന്ന ബിസിനസ് ഗ്രോത്തിനെ കണക്കിലെടുത്തുകൊണ്ട് പല ബ്രോക്കറേജ് ഹൗസുകളും പുതിയ ടാർഗറ്റൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ നിലവിലുള്ള ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയത് കാരണമാണ് എല്ലാവരും 5-6 ബ്രോക്കേഴ്സ് അവരുടെ ടാർഗറ്റ് ഉയർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമായിട്ട് ആണ് കഴിഞ്ഞ ദിവസം 6% ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അനലിസ്റ്റുകൾ 86% ബൈ കോളാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും നമ്മളൊരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇതിൽ എൻട്രി എടുക്കുന്നത് എത്രമാത്രം ഗുണകരമാകുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റോക്കിൽ കുറേ റിസ്ക് ഫാക്ടറുകളുണ്ട്. ഒന്നാമത്തെ റിസ്ക് ഫാക്ടർ ഈ എയർലൈൻ സെക്ടർ എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൈറ്റ് മേഖല എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ റെഗുലേഷന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അത് വളരെയധികം സ്വാതന്ത്ര്യം മറ്റ് ഏതെങ്കിലും ബസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുന്ന പോലെയുള്ള അത്ര ഈസി ആയിട്ടുള്ള ഒരു മേഖലയല്ല ഇത്. ധാരാളം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഇവിടെ. അപ്പോൾ ഈ നിയമങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തീർച്ചയായും ഇതിൻ്റെ ബിസിനസ്സിനെ ബാധിക്കാറുണ്ട്. രണ്ടാമത്തെ പ്രശ്നം അവിചാരിതമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ്. പ്രത്യേകിച്ച് യുദ്ധം അല്ലെങ്കിൽ പാൻഡമിക്കുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആദ്യം നടക്കുന്നത് എയർപോർട്ട് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ നഷ്ടം കമ്പനികൾക്ക് ഉണ്ടാക്കും. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് ഈ മേഖലയിലുള്ളതെന്ന് വെച്ചാൽ ഫ്യൂവൽ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് ആണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ ഇങ്ങനെയുള്ള ആ ഒരു ഫ്യൂവൽ സെഗ്മെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി വലിയ തോതിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം റിസ്കി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്നാൽ ഷോർട്ട് ടേം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ധാരാളമായിട്ടുണ്ടാവുകയും ചെയ്യും. കാരണം ഏവിയേഷൻ സെക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ട്രാവലിംഗ് എന്നൊക്കെ പറയുന്നത് എക്കണോമിക് ബൂമിനെ കൂടി ആശ്രയിച്ച് നിൽക്കുന്നു. പ്രത്യേകിച്ച് ആളുകൾ കൂടുതലായിട്ട് ഫ്ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ വൻതോതിലുള്ള റവന്യൂ വരുമ്പോഴാണ്. അപ്പോൾ എക്കണോമിക് ബൂമുമായിട്ട് അത് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. എക്കണോമിക് ഡൗൺ ട്രെൻഡിലേക്ക് പോകുമ്പോൾ അത് കുറയാനുള്ള സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ ഈ ഏവിയേഷൻ സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള പല കമ്പനികളും അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ ഒഴിവായി പോയതായിട്ട് കാണാം. ഇപ്പോൾ അത്തരത്തിലിപ്പോൾ ഗോ ഫസ്റ്റ് എയർലൈൻസ് എന്നുള്ള കമ്പനി നമ്മൾ മുമ്പേ കേട്ടതാണ്. ഇപ്പോൾ കമ്പനിയെ പറ്റി അറിയാൻ പറ്റുന്നില്ല. അതായത് മോഡി ലിഫ്റ്റാൻസ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, സഹാറ എയർലൈൻസ്, ജെറ്റ് എയർവേസ്, ഡക്കാൻ എയർലൈൻസ്, അങ്ങനെ കുറേ കമ്പനികൾ ഇല്ലാതായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കിങ് ഫിഷർ, അതും ഇല്ലാതായിട്ടുള്ള ഒരു എയർലൈൻസാണ്. കൂടാതെ ഈ അടുത്ത കാലത്താണ് എയർ ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ നിന്ന് ഒഴിവായത്. വലിയ നഷ്ടത്തിലായ എയർ ഇന്ത്യ അത് ടാറ്റയ്ക്ക് മറിച്ച് വിൽക്കുമായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. കമ്പനികൾക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഇൻഡിഗോ എയർലൈൻസ് തന്നെ ഇത്രനാൾ നഷ്ടത്തിലായ ഒരു കമ്പനിയാണ് എന്ന് നമ്മൾ
പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. വേറൊരു കമ്പനിയാണ് ആയിരുന്നെങ്കിൽ അവരത് പൂട്ടിയിട്ട് പണ്ടേ പോയിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ വളരെയധികം നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ വളരെയധികം പ്ലാനിങ്ങോട് സെറ്റപ്പോട് കൂടി ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ എൻട്രി കൃത്യമായിരിക്കണം, എക്സിറ്റ് ടാർഗറ്റും കൃത്യമായിരിക്കണം. അതുപോലെ ഈ കമ്പനിയെ നിരന്തരം നിരീക്ഷിക്കണം, ഇതിലെ മൂവ്മെൻറ്റ് നിരീക്ഷിക്കണം, ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയും ഇവരുടെ റിസൾട്ടുകളുമൊക്കെ വാച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഈ പറയുന്ന ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് ഒരു റീടെസ്റ്റിന് എന്തായാലും സാധ്യതയുണ്ട്. കാരണം വളരെയധികം കാലമായിട്ട് ഈ സ്റ്റോക്കിൽ നിൽക്കുന്ന ബിഗ് ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റീടെസ്റ്റ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. ആ ഒരു സമയത്ത് എൻട്രി എടുക്കുന്ന ആലോചിക്കാവുന്നതാണ്. ഇപ്പോൾ 3300 എന്നുള്ള ലെവല് ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. അതിൻ്റെ താഴെ 3100 മറ്റൊരു ലെവലാണ്. ഈ രണ്ട് ലെവലിൻ്റെ ഇടയ്ക്ക് ഈ സ്റ്റോക്ക് നിൽക്കുകയാണെങ്കിൽ അതൊരു ലോങ് ടേം ബെറ്റായിരിക്കും. പക്ഷേ അതിലും താഴ്ത്തു പോകുകയാണെങ്കിൽ അത് വളരെ നിർണായകമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.